വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം. ഗണേഷ് കുമാർ വിഷയത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഭാര്യയോട് ബിന്ദുമേനോട് ഗണേഷ് കുമാർ ക്ഷമ പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? സംഭവിച്ച കാര്യങ്ങളിൽ ക്ഷമാപണം നടത്തി. ആണുങ്ങളായാലേ അല്പ സ്വല്പം നാണോ മാനൊക്കെ വേണം. ഒരു കോംപ്രമൈസിന് ഗണേഷ് കുമാർ ശ്രമിക്കുന്നു. പരാതിയുമായി ഭാര്യ മുന്നോട്ട് പോകില്ല എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നീ ഒരു കോപം പറയണ്ടാ, എന്തൊക്കെയായിരുന്നു തള്ളു. അപ്പൊ ഞാൻ ഇമോഷണൽ ഔട്ട്ബേഴ്സിൽ ഞാൻ പറഞ്ഞു, നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. സത്യം തന്നെയാണ്. ഞാൻ വാക്കുകൾ സൂക്ഷിച്ചു പോയിക്കൊണ്ടായിരിക്കും. ഡിപ്രഷൻ എന്ന് വെച്ചാൽ എന്ത് തോന്നിയ ദിവസം പറയുന്നത്. മിനിസ്റ്ററുടെ ആ ഒരു ഫോൺ കോൾ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു തെറ്റ് ചെയ്താൽ നമ്മളൊരു സോറി പറയണമല്ലോ. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല സാർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്. 100% സൽസ്വഭാവം. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അതിന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ 112 വിളിച്ചപ്പോൾ വട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ആണ് അത്. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളയും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റൂല. കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി എന്റെ ഹസ്ബൻഡ് മിനിസ്റ്റർ എന്റെ സിസ്റ്ററോട് സംസാരിച്ചു. ഞാൻ ഓവർ സ്മാർട്ട് ആവുന്നല്ല, ഗതികേട് കൊണ്ടാ ഫോൺ എടുക്കാതിരുന്നത് കൊണ്ട് എന്റെ സിസ്റ്ററോട് സംസാരിച്ചു. വളരെ ഇമോഷണൽ ആയിട്ട് പറഞ്ഞു. ഒരു പ്രാവശ്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂട്ടോ. ശരി, തെറ്റ് പറ്റിപ്പോയി. പല തെറ്റുകളും പറ്റിയിട്ട് ഞങ്ങളുടെ വിവാഹത്തിൽ ഇത്രയും വർഷത്തില്. പക്ഷെ ഞാൻ ഒരിക്കലും അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? വിട്ടുപോകണമെന്നോ ഞാനത് മീഡിയയിൽ വരികയാണെന്നോ ഞാൻ ലീഗൽ പോകണമെന്നോ ഇപ്പോഴും ഞാൻ ഇമോഷണൽ കമലേഷിനോട് സംസാരിച്ചപ്പോ ഐ നെവർ സെഡ് ദാറ്റ് ഐ വോണ്ട് ടു ഗോ ലീഗൽ. ഞാൻ എന്റെ ഫോൺ ആക്രമിക്കാനായിട്ട് ശ്രമിച്ച ശാന്തനോടോ അല്ലെങ്കിൽ പോലീസിനോടോ മൈ ഇന്റൻഷൻ വാസ് നെവർ ടു ടാർണിഷ് ദി ഗവൺമെന്റ് ഓർ മൈ ഹസ്ബൻഡ്. ഇന്നിപ്പോ മിനിസ്റ്റർ രാവിലെ വിളിച്ചിട്ട് ക്ഷമ ചോദിച്ചു തോന്നുന്നു അല്ലെ? ക്ഷമാപണം നടത്തി. ഡെഫിനറ്റ്ലി എന്റെ അടുത്ത് പറഞ്ഞു അത് നമുക്കത് സോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ലേ കമലേഷ്, ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്റെ മോള് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മാനം കെടും. നമ്മൾ ഇന്ത്യക്കാര് മാനം കെടും. എനിക്കത്ര പറയാനുള്ളൂ. എന്റെ ഒരു ഇന്റൻഷൻ അതേ ആയിരുന്നില്ല. എന്റെ അതായത് ഇനിയിപ്പോ പരാതിയായിട്ട് ഒന്നും തന്നെ മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ ഞാൻ എന്റെ വീട്ടിലല്ലേ. ഇനി ഞങ്ങൾ പറഞ്ഞു തീർത്ത് ഞങ്ങൾക്ക് ബിക്കോസ് ഞങ്ങൾ 13 years ആയി. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷെ അതുകൊണ്ട് ഞാൻ വിട്ടെറിഞ്ഞു പോവാൻ മാത്രം ഉള്ള ഒരു സംഭവമല്ല. ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുകൾ പറ്റും. പ്രായപൂർത്തിയാവുള്ള എനിക്ക് എന്ത് തീരുമാനമെടുക്കാനുള്ള അവകാശം കേരള ഗവൺമെന്റ് തന്നിട്ടുണ്ട്. ക്ഷമാപണം നടത്തിയത് സെറ്റിൽ അത് പരിഹരിക്കും, നിങ്ങൾ കുടുംബത്തിൽ പരിഹരിക്കും എന്ന് പറയുമ്പോൾ മന്ത്രി പബ്ലിക്കിനോട് ക്ഷമാപണം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അത് വേണ്ടേ യഥാർത്ഥത്തിൽ? അതാ ഞാൻ ചോദിച്ചു, അതും കൂടി വേണ്ടേ ഇക്കാര്യത്തിൽ? തോന്നുന്നില്ല. കാരണം ഞാനാണ് കൂടെ ജീവിക്കേണ്ടതുണ്ടെങ്കിൽ എനിക്ക് എന്നോട് ക്ഷമ ചോദിച്ചാൽ മതി. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. എന്നോട് ചോദിക്കാണ്ട് ഈ പടിക്ക് പുറത്തിറങ്ങിയ കൊന്നോളാം ഞാൻ. വരാൻ ഭാവിയിൽ ഒരു മൈക്കൽ ജാക്സൺ ആവണമെന്ന് നീ അത് തെളിയിച്ചു. അല്ല, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കര ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം.